വാല്യൂഷൻ ക്യാമ്പുകളിൽ എന്താണ് നടക്കുന്നത്? നിങ്ങളുടെ മാർക്ക് പിടിക്കാനോ മാർക്ക് കൂട്ടിയിട്ട് തരാനോ മോഡറേഷൻ ചെയ്യാനോ അവിടെ ആരൊക്കെയുണ്ട്, എന്താണ് അവിടെ സംഭവിക്കുന്നത്, കൃത്യവും വ്യക്തവുമായിട്ട് A to Z ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾ അറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമാണ് വാല്യൂഷൻ ക്യാമ്പ് തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞു. നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയധികം പഠിച്ച് കഷ്ടപ്പെട്ട് എഴുതിയ പേപ്പറുകൾ അവിടെ ഒരു നമ്പറിന്റെ ഇതിൽ പിൻബലത്തിൽ മാത്രം അവർ നോക്കി മാർക്ക് ഇടുന്നത്? അപ്പോൾ നമുക്ക് തന്നെ എന്താണ് ഒരു പേടിയുണ്ട് അല്ലെ, ആശങ്കയുണ്ട്. ആ മാർക്ക് പോകുമോ, ആ ക്വസ്റ്റ്യൻസ് നോക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് തന്നെ കടക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വാല്യൂഷൻ ക്യാമ്പുകൾ തുടങ്ങി കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ തുടങ്ങുമ്പോൾ ഓരോ ടീച്ചറിനും ഇത്ര രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര ആൻസർ ഷീറ്റ് ആയിരിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ആൻസർ ഷീറ്റ് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. സോഷ്യൽ സയൻസും മലയാളവും ഒക്കെ എല്ലാം കുത്തിയിരുന്ന് വായിച്ച് ഓരോ അണ്ടർലൈനും ചെയ്ത് വരികൾക്കിടയിലൂടെ വായിച്ച് മാർക്കിടാൻ ഒരു ടീച്ചർമാർക്കും സമയമില്ല, അതിനുള്ള സാഹചര്യവുമില്ല. അപ്പോൾ അവരെന്താണ് നോക്കുന്നത്? ഒരു കുട്ടിയുടെ പേപ്പർ എടുക്കുന്നു. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഫ്രണ്ടിലെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് വാല്യൂഷൻ ക്യാമ്പുകളിൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഇൻ കേസ് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മാർക്കിനെയും പിന്നീട് അങ്ങോട്ടുള്ള റിസൾട്ടിനെയും അത് ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഫ്രണ്ടിലെ ഡീറ്റെയിൽസ്, ഇപ്പോൾ പരീക്ഷയുടെ പേരാണെങ്കിലും ബാക്കി റോൾ നമ്പർ ആണെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. കോഡ് ഉൾപ്പെടെ, പലത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഉൾപ്പെടെ നിങ്ങൾക്ക് എടുത്തെഴുതാനുള്ള കോളമുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിംഗ് ആണ്. അതായത് നിങ്ങൾ ഏത് രീതിയിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഒരു ടീച്ചർ പേപ്പർ നോക്കുന്നു. ടീച്ചർ പേപ്പർ നോക്കുമ്പോൾ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം തന്നെ 2-3 ക്വസ്റ്റ്യൻ്റെ ആൻസർ തെറ്റാണ്. അപ്പോൾ ടീച്ചർ തെറ്റിട്ട് ശീലിച്ചു കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾ ഇനി എത്ര പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ടീച്ചറിന്റെ മൈൻഡിൽ എന്താണ് ഇംപ്രഷൻ, അത് തെറ്റിലാണ് തുടങ്ങിയത്. അപ്പോൾ ആ രീതിയിൽ ഇനി താഴോട്ട് വരുമ്പോഴും ടീച്ചർ ആ ഒരു സ്വാഭാവികമായിട്ട് മാർക്കിട്ട് പോകുന്നതിനേക്കാളും അതെല്ലാം തെറ്റിച്ചതാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നോക്കിയിട്ട് തെറ്റുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രവണത സ്വാഭാവികമായിട്ട് സൈക്കോളജിക്കലി ഉണ്ടാകും. മറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യമേ എഴുതി കഴിഞ്ഞാൽ ടീച്ചർ അത് ശരിയിട്ട് പോകുന്നു. താഴോട്ട് ചെറിയ തെറ്റുകൾ വന്നാലും അത് അവഗണിച്ചുകൊണ്ട് മാർക്ക് തരാൻ ശ്രമിക്കുന്ന അധ്യാപകരാണ് കൂടുതലും ഉള്ളത്. ഇനി ഇതെല്ലാം ഞാൻ പറഞ്ഞു വായിച്ചു നോക്കാൻ സമയമില്ല. അപ്പോൾ അവരെന്താണ് നോക്കുന്നത്? അവരുടെ കയ്യിലുള്ള ഹിന്റ് ഉണ്ട്. അവരുടെ കയ്യിലുള്ള ഹിന്റും ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? ഒരു ഇക്വേഷൻ സ്റ്റേറ്റ് ചെയ്യാനാണെങ്കിൽ ആ ഇക്വേഷൻ അവിടെ ഉണ്ടോ, ആ ഡെഫിനിഷൻ അവിടെ ഉണ്ടോ? സോഷ്യൽ സയൻസിലാണെങ്കിൽ ഒരു 4 പോയിന്റ്സ് ഉണ്ട്. ആ 4 പോയിന്റ്സ് പെട്ടെന്ന് നോക്കി വായിച്ചിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറിന്റെ പണി എളുപ്പമായി. അതാണ് ഇത്തരത്തിലുള്ള ചില പൊടിക്കൈകൾ പറയുന്നത്. അതുണ്ട് എങ്കിൽ മാർക്കിട്ട് പോവാണ്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യുന്നു? ടീച്ചർ നോക്കുന്നു, മാർക്ക് ഇടുന്നു. അതിനുശേഷം ഏറ്റവും അവസാനത്തെ പ്രക്രിയയാണ് ലാസ്റ്റ് മാർക്കുകൾ അതാത് കോളങ്ങളിൽ. ഇതൊരു വെരിഫിക്കേഷൻ പ്രൊസീജിയർ കൂടി കഴിയും. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിന് ഡൗട്ടോ അല്ലെങ്കിൽ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ രണ്ടാമതൊരു അധ്യാപകനും കൂടി വാല്യൂവേറ്റ് ചെയ്യും. ചിലതിൽ ഇപ്പോൾ +2 ഒക്കെ ആണെങ്കിൽ ഡബിൾ വാല്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവസാനം എന്ത് ചെയ്യുന്നു? മാർക്ക് വരുന്നു. മാർക്ക് വന്നിട്ട് ഏറ്റവും ഫ്രണ്ടിലെ പേജിലെ കോളത്തിലുണ്ട് ഓരോ ക്വസ്റ്റ്യൻ നമ്പറിൻ്റെയും നേരെ മാർക്ക് എടുത്തെഴുതാൻ. അതിനുശേഷമാണ് മാർക്ക് എടുത്തത്. നിങ്ങൾ ഒരു പക്ഷേ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇത്ര ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് അവർ കൺസിഡർ ചെയ്യുന്നു. 2 അഡീഷണൽ ക്വസ്റ്റ്യനും കൂടി അറ്റൻഡ് ചെയ്താൽ അതിൽ ഏതിലാണോ നിങ്ങൾക്ക് കൂടുതൽ മാർക്കുള്ളത് അത് മാത്രമാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ നോക്കിയിട്ടാണ് അവസാനം എന്ത് ചെയ്യുന്നത്? മാർക്ക് കൂട്ടി എഴുതുന്നത്. കൂട്ടി എഴുതിയതിനു ശേഷം വീണ്ടും അവർ ചെക്ക് ചെയ്യും എന്തെങ്കിലും തരത്തിലുള്ള സം ചെയ്യുമ്പോൾ ഉള്ള പിഴവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ആ ഓരോ വാല്യൂഷൻ ക്യാമ്പിലും ഒരു മെയിൻ ഇൻവിജിലേറ്റർ ആയിട്ട് ഓരോ ക്യാമ്പുകളിലും ഉണ്ടാകും. അവരുടെ കീഴിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ആൻസർ ഷീറ്റ് വാല്യൂറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇനി ഇത്തവണ സിലബസും ബാക്കി പാറ്റേണും ഒക്കെ മാറിയത് കൊണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ വലിയ ധാരണ പലർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചുകൂടി കെയർ കൊടുക്കുമെന്ന് മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് പരിഗണനയും കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ സംശയങ്ങളും ആശങ്കകളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൽക്കാലം നിർത്തുന്നു. ടാറ്റ.